സരോയുടെ മരണത്തിൽ ചില സംശയങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സരോയുടെ മരണം ബോംബ് സ്ഫോടനത്തിലുണ്ടായ മരണമല്ല, കൊലപ്പെടുത്തിയതാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ബോംബ് വെച്ചയാളെ സരോ തിരിച്ചറിഞ്ഞതിനാൽ സരോയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നതാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഭരണകക്ഷിയുടെ സഹിക്കാനാവാത്ത രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു പാർട്ടിയാണ് ഈ ക്രൂരത കാണിച്ചെന്നാണ് വിശ്വാസം. ഇത് സംശയത്തിന് വഴിതെളിക്കുന്നു. ഈ ക്രൂരത ചെയ്തത് ആരാണ്? കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമോ എന്നാണ് ജനങ്ങൾക്കിടയിലുള്ള ഇപ്പോഴത്തെ സംസാരം. രാഷ്ട്രീയ നേതാക്കൾ തിരുനെറ്റിക്ക് അടിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരും അതിശയിപ്പിക്കും. നമസ്കാരം. സുഖം തന്നെയല്ലേ? ഇപ്പൊ കുഴപ്പമില്ല. നമസ്കാരം സാറേ. എന്താടോ ഇത്? ഞാൻ നേരത്തെ വന്നു. ഇത് നമ്മുടെ പ്രസിലെ ആൾക്കാരാ, മറ്റാരും വന്നില്ല സാർ. പ്രസ് മീറ്റ് ബോയ്ക്കോട്ട് ചെയ്തു. നമ്മുടെ ചേട്ടൻ ഹരിചന്ദ്രൻ അവർകൾ പായുന്ന ഒരു പുലിയാണ്, സ്നേഹത്തിന് അടിമയാണ്. അതുകൊണ്ടാണ് നടി സുമിത കോത്താരിയെ കൂടെ കൊണ്ട് നടക്കുന്നത്. എന്നോട് ക്ഷമിക്കണം. അതും സ്വന്തം മണ്ഡലത്തിൽ തന്നെ നിർത്താൻ പോവുകയാണ്. തന്റെ പാർട്ടിക്ക് വേണ്ടി എന്തും തരാൻ തയ്യാറാണ് ഈ സ്മിത കോത്താരി. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നതിന്റെ കാരണം നമുക്കിടയിലുള്ള കെമിസ്ട്രി നല്ലതുപോലെ വർക്ക്ഔട്ട് ആയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ മനസ്സ് വളരെ പരന്നതാണെന്ന്. നിങ്ങൾ എല്ലാവരും അതിനുള്ളിലുണ്ട്. പ്രായപരിധി നോക്കാതെ നിങ്ങൾ ഏവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അതിനായി ഞാൻ താഴ്മയോടെ വോട്ട് ചോദിക്കുന്നു. ഇട്ടല്ല കൊച്ചെ, ഇട്ടാന്ന് പറ. അത് തന്നെ വോട്ട്. എല്ലാവരും എനിക്ക് തീർച്ചയായും വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോറി, എനിക്ക് രാത്രിയിലെ ഷൂട്ടിങ്ങിന് നേരമായി. ടാറ്റ മച്ചാൻസ് എവിടെ ഇരിക്കണേ. സോറി, എല്ലാരും മറക്കാതെ എനിക്ക് തന്നെ വോട്ട് കിട്ടണേ. വന്നോണ്ടിരിക്കുകയാണ്, മറക്കരുതേ. അടുത്തതായി നമ്മുടെ ഹരിചന്ദ്രൻ സാറിനെ പാർട്ടിയെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സാറേ, സുമിത മേഡത്തിനോട് അവസാനം പ്രസംഗിക്കാൻ പറഞ്ഞ പോരായിരുന്നോ സാറേ? ഇതിപ്പോഴാണോ? നോക്ക്, ഇപ്പൊ റിലീസായ റിപ്പോർട്ട്. നീ ഒതുങ്ങി നിന്നാലും ജനങ്ങൾ നിന്നെ ഒതുക്കി നിർത്തിയിട്ടില്ല. നിന്റെ ടീമിന് വന്ന പ്രോഗ്രസ് നോക്ക്. 10% ഇത് 36%. വസന്ത്, നീ വെറുതെ എതിർകക്ഷിയെ ജയിപ്പിക്കല്ലേ. ബ്ലാസ്റ്റിൽ നിന്റെ ആളുകൾ മാത്രം മരിച്ചല്ലോ. പ്രസ്സുകാർ എത്ര പേര് മരിച്ചു? എന്തിനേറെ ഞങ്ങളുടെ സരോ മരിച്ചില്ലേടാ. അതുകൊണ്ട് ഞങ്ങൾ പേനയും ക്യാമറയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഓടി ഒളിച്ചില്ല. എന്തുവാടാ, എന്തിനാ പേടിക്കുന്നത്? അവന്മാര് തട്ടിക്കളയെന്നുള്ള പേടിയാണോ നിനക്ക്? ഇവനൊക്കെയാണോ ഒരു നേതാവ്? സെൽഫിഷ്. ഇവൻ നിന്നല്ലേ വേണ്ടടാ, നമുക്ക് നിൽക്കാം. വസന്ത, നിന്നോടുള്ള വിശ്വാസം ഇതുവരെ പോയിട്ടില്ലടാ. മരിച്ചുപോയ 30 പേര് ആരൊക്കെയാടാ? നമ്മളെ വിശ്വസിച്ച് വന്നവരാടാ. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാടാ ഉള്ളത്? പ്ലീസ് ഡാ, പ്ലീസ് വസന്ത്, സത്യം ജയിക്കണോടാ. നെഞ്ചുവിരിച്ചു മുന്നേറിയിടം നാടിൻ വേദന ഞങ്ങൾ അറിയും. ഒറ്റക്കെട്ടായി നിൽക്കും ഇവിടെ ചട്ടം ഞങ്ങൾ ലംഘിക്കില്ല. നീറും വേദന എന്തെന്നറിയാം. മാറ്റം നിന്നീ നാടിനു വേണം. ഒറ്റക്കെട്ടായി നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരുകില്ല. ജനിച്ചോ നീ, ജനിച്ചോ എന്തിനെന്നോ വേദനയ്ക്കോ ആരുമില്ലേ. മാറ്റം വേദനയോ ഒരു മാറ്റം ആവശ്യം. നോട്ടം തെറ്റിയാകും നമ്മെ വിട്ടിടും. വിളക്കായി കൊടുങ്കാറ്റായി വീശിടാം.
അഴിമതി ഇല്ലാതാക്കുന്നതാണ് അവന്റെ ലക്ഷ്യം. അവൻ ലക്ഷങ്ങൾ ചെലവാക്കിയാണ് ശവങ്ങൾ എടുപ്പിച്ചത്. അത് തട്ടിച്ചോദിച്ചപ്പോ പറയാ, ഇങ്ങനെയാടാ വേണ്ടെന്ന് ഉറപ്പില്ലാതെ പറയുന്നു. നീ നിന്റെ കുടുംബവും ജോലിയും നോക്ക്, നിനക്ക് എന്തിനാടാ രാഷ്ട്രീയ കളിയെന്ന്. എല്ലാം കണ്ട് കണ്ണടച്ചിരുന്നോണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു. ഞങ്ങളും അങ്ങനെ തന്നെ ഇരിക്കാൻ പോവാണ്. എനിക്ക് എന്റെ കുടുംബം മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഞങ്ങളുടെ കുടുംബം വലിയ കുടുംബമാണ്, വളരെ വലുതാണ്. ഇനിയും എത്ര ബോംബ് നിന്നെ കൊണ്ട് വെക്കാൻ സാധിക്കും? വീണ്ടും ഈ മണ്ണിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും നമ്മൾ. നീ ജനിച്ചു എന്തിനെന്നോ വേദനയ്ക്കോ ആരുമില്ലേ. മാറ്റം വേണ്ടയോ മാറ്റം ആവശ്യം. നോട്ടം തെറ്റിയ ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ 85% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിളക്കായി കൊടുങ്കാറ്റായി വീശിടാ. അധിക മണ്ഡലങ്ങളിലും യോഗിയുടെ പാർട്ടിക്കാണ് ഭൂരിപക്ഷം കൂടുതൽ. മുൻ മുഖ്യമന്ത്രിയായിരുന്ന യോഗി എന്ന മത്സരത്തിൽ 30,000 വോട്ടുകളുടെ വ്യത്യാസത്തിൽ തന്നെ എതിർത്ത് മത്സരിച്ച തുവൽ ചിഹ്നത്തിന്റെ കിരൺ കുമാറിനോട് തോറ്റുപോയിരിക്കുകയാണ്. വോട്ടിംഗ് മെഷീനിൽ ഏത് ബട്ടണിൽ അമർത്തിയാലും അവരുടെ ചിഹ്നത്തിലെ വോട്ട് പറയുന്നത് അതുപോലെ തെറ്റിയിരിക്കുക. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത 50,000 വോട്ട് ഭൂരിപക്ഷത്തിൽ മുൻ മുഖ്യമന്ത്രി യോഗി വിജയിച്ചിരിക്കുന്നു. നമസ്കാരം ചേട്ടാ. ഈ തെരഞ്ഞെടുപ്പിൽ തൂവൽ ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഏകദേശം 100 മണ്ഡലങ്ങളിൽ മുൻനിരയിൽ നിൽക്കുകയാണ്. ആ പാർട്ടിയിലുള്ള ചന്ദ്രു, അഞ്ജന, രാജു, ബാലു എന്നിവരെല്ലാം വിജയിച്ചിരിക്കുന്നു. യോഗിയുടെ പാർട്ടിയിലുള്ള നെയ്യപ്പനേക്കാളും തൂവൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന വസന്തിന് 200 വോട്ടുകൾ പിന്നിലാണ്. സാറേ, നമ്മളല്ലേ ജയിച്ചേ? പടക്കം പൊട്ടിക്കട്ടെ? പറയട്ടാ, പൊട്ടിക്കട്ടെ? പടക്കം കൊണ്ട് തന്നെ നെഞ്ചത്ത് വെച്ച് കത്തിക്കണം. അവസാന വോട്ടെണ്ണലിന്റെ ഭാഗമായി നോക്കുമ്പോൾ യോഗി പാർട്ടിയിൽ ചേർന്നിട്ടുള്ള മയ്യപ്പനേക്കാളും തൂവൽ ചിഹ്നത്തിൽ മത്സരിച്ച വസന്ത് 500 വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. നമ്മുടെ നേതാവ് ജയിക്കേണ്ടതായിരുന്നതാ, അവരെന്താ കള്ളത്തരം കാണിച്ചതാ. കണ്ണു വേണാടാ. നിങ്ങൾക്ക് തക്കുന്നൊരു സ്വഭാവം മാറ്റം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. സാർ, ഐ ആം കുമാർ, ACP. മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്ന വസന്തൻ എന്ന പേരുള്ള ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയ നിയമങ്ങളെല്ലാം പാലിച്ച് നമ്മുടെ നാടിന്റെ നന്മകൾക്കും നാട്ടിലുള്ള ജനങ്ങളുടെ നന്മയ്ക്കും മുഴുവനായും സംരക്ഷിക്കുവാനായി എന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് അതിലും മേലെ നിൽക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇനിയാണ് നമ്മുടെ കളി. CM മാറെന്ന് നീ മനസ്സിലാക്കും. നാട് നന്നാക്കാവുന്നൊക്കെ സത്യം ചെയ്യാം. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളെ അനുഗ്രഹിക്കാൻ വന്നതിന് നന്ദി. നോക്കി ചെയ്യണം. വരട്ടെ.